കല്ലു തച്ചുടച്ചു. മാനം കവർന്നവർ ചോരമോന്തി മേലെ വാനം മനം നൊന്ത് കണ്ണു പൊത്തി. അപ്പോൾ തങ്കമണി ഉണ്ടായിരുന്നു. ഈ ഒരു പടം തിയേറ്ററിൽ കാണാനുണ്ടോ എന്നുള്ള കാര്യമാണ് ഇന്ന് പറയുന്നത്, ഒരു ഷോർട്ട് റിവ്യൂ പോലെ. അപ്പോൾ നേരെ പോയേക്കാം. അപ്പോൾ തങ്കമണി ഒരു റിയൽ ഇൻസിഡൻറ്റ് ബേസ് ചെയ്ത് വരുന്ന സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു സ്റ്റോറി വായിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പടത്തിന് കയറിയത്. പക്ഷേ എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടില്ല. കാരണം മേക്കിംഗ് ശോകം തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫ് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ. കാരണം തങ്കമണി റിയൽ ഇൻസിഡൻറ്റ് ശരിക്കും തുടങ്ങുന്നത് സെക്കൻഡ് ഹാഫിന് ശേഷമാണെന്ന് പറയാം. മേ ബി അതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. പടത്തിൽ ദിലീപിൻ്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളായിരുന്നു. പക്ഷേ ശരിക്കും റിയൽ ഇൻസിഡൻറ്റിനെ കുറിച്ച് വായിച്ചറിഞ്ഞ് കിട്ടിയ ഇമോഷണൽ കണക്ഷൻ പോലും ഈ പടം കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ചെങ്കിലും ബെറ്റർ ആയി തോന്നിയത് ദിലീപിൻ്റെ വീട്ടിൽ പോലീസുകാർ കയറുമ്പോഴുള്ള സീൻസൊക്കെയാണ്. ടെക്നിക്കലി നോക്കിയാലും അത്ര ഒരു ഇമ്പാക്റ്റ് ഒന്നുമില്ല. കളർ ഗ്രേഡിംഗ് ഒക്കെ ശരിക്കും ഷോ. ഇവർ റിയൽ ഇൻസിഡൻറ്റിൻ്റെ കൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ആക്കിയിട്ടുണ്ട്. ബട്ട് അങ്ങനെ ചെയ്യാതെ റിയലിസ്റ്റിക് ആയി തന്നെ എടുത്തിരുന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് എനിക്ക് തോന്നി. പേഴ്സണലി തോന്നിയതാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ദിലീപിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഉടൽ എന്ന സിനിമ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു ഡയറക്ടറുടെ പടം ആണെന്നറിഞ്ഞപ്പോൾ വലിയൊരു പ്രതീക്ഷയിലാണ് പടം കാണാൻ കയറിയത്. ബട്ട് അതൊക്കെ വെറുതെയായി. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. കണ്ടവർ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.